ഹായ് ഫ്രണ്ട്സ്, ഈ പൂവ് അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. ഇതാണ് ശംഖുപുഷ്പം. ഇത് 2 കളറിലുണ്ട് കേട്ടോ. ഈ നീല കളറിലും പിന്നെ വെള്ള കളറിലും. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഭംഗി പോലെ തന്നെ ഇതിന് ധാരാളം ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അധികം ആർക്കും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയില്ല. അപ്പം നമുക്ക് ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ശംഖുപുഷ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ആയപ്പോഴേക്കും ശംഖുപുഷ്പത്തിലെ കളറെല്ലാം വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ ശംഖുപുഷ്പം. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഉന്മേഷത്തിനും ഓർമ്മ കുറവിന് പിന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, മാനസിക സമ്മർദ്ദം അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നായിട്ട് ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രമേഹം കുറയ്ക്കാനും അർബുദത്തിനൊക്കെ ഫലപ്രദമാണെന്ന് പഠനം പറയപ്പെടുന്നുണ്ട്. 1 ഗ്ലാസ് ശംഖുപുഷ്പ ടീയിലേക്ക് നമുക്ക് 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇവിടെ അതിൻ്റെ കളറൊക്കെ നീല കളറൊക്കെ മാറി ഒരു വയലറ്റ് കളറായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം ഞാൻ ഇതേപോലെ ഐസ് ക്യൂബായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു വിരുന്നുകാർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ലൈം ജ്യൂസ് കൊടുക്കുമ്പോൾ അതിൽ ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ അത് ഗുണമാണ്, കാണാനും ഭംഗിയുണ്ട്. ഇനി ശംഖുപുഷ്പ ടീയിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് 1 സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം. ശംഖുപുഷ്പം എവിടെ നിന്ന് കിട്ടിയാലും ഇത് ഉപയോഗിക്കണേ. സ്കിന്നിന് നല്ല സൗന്ദര്യം കൂട്ടാനും കളറ് കിട്ടാനും ആരോഗ്യത്തിനും ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ മുടിക്കും നല്ലതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.